അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 208 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് സൈനബ് റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വിവാഹം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആളയക്കുകയാണ്. എന്നാൽ ആ ആലോചനയ്ക്ക് പ്രതികൂലമായിട്ടാണ് ആദ്യം അവർ പ്രതികരിച്ചതെന്നുള്ളതാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹംന റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്വതന്ത്രനാക്കിയ അടിമയെ അമ്മായിയുടെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണോ എന്ന്. അപ്പം അതുപോലെ തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുക? കാരണം ഞാൻ ഖുറൈശികളിൽ ഏറ്റവും ഉന്നത കുലീനയായിട്ടുള്ള ഒരു സ്ത്രീയാണല്ലേ. ആ പശ്ചാത്തലത്തിലാണ് സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ വചനം ഇറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അള്ളാഹുവും അവന്റെ ദൂതനും ഏതെങ്കിലും കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ അവകാശമില്ല. ആരെങ്കിലും അള്ളാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ അവൻ വ്യക്തമായ വഴികേടിൽ അകപ്പെട്ടതു തന്നെ. അതായത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന നിയമമാണിത്. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുവാൻ സത്യവിശ്വാസിയായ ഒരാൾക്കും പാടില്ല തന്നെ. അള്ളാഹു വിധിച്ചതിന് എതിരായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും വിധിക്കുകയുമില്ല. റസൂൽ കൽപ്പിച്ചിരിക്കുന്ന വിധികളാകട്ടെ അത് അള്ളാഹുവിൻ്റെ വിധികളുമാകുന്നു. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അഥവാ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നിയമങ്ങൾക്കെതിരായി ഏതെങ്കിലും പണ്ഡിതന്മാരുടെയോ വിധികർത്താക്കളുടെയോ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു വരുന്നവരും സമുദായ പരിഷ്കർത്താക്കളെ എന്നോ ഇസ്ലാമിൻ്റെ ഗുണകാംക്ഷികളെന്നോ സ്വയം അഭിമാനിച്ചുകൊണ്ട് സാക്ഷാൽ ഇസ്ലാമിക നിയമങ്ങളിൽ മാറ്റിത്തിരുത്തലുകൾ അവതരിപ്പിക്കുന്നവരും വ്യക്തമായ വഴിപിഴപ്പിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തം. എന്നാൽ ഓരോ നിയമത്തിലും അടങ്ങിയിരിക്കുന്ന യുക്തിതത്വങ്ങൾ കഴിവതും ആരാഞ്ഞറിയുവാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. താൻ കുലീന കുടുംബത്തിൽ ജനിച്ചവളാണെന്ന നിലക്ക് ആദ്യം സൈനബ് റളിയല്ലാഹു അൻഹക്ക് ഈ വിവാഹത്തിന് അല്പം അനിഷ്ടം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടവും വംശപരമായ ഉച്ചനീചത്വത്തിന് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്ന വസ്തുതയും മുൻനിർത്തിക്കൊണ്ട് അവർ അതിന് അനുവാദം നൽകുകയായിരുന്നു. ഓ പ്രവാചകരെ, നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധയാണ് എന്ന് അവർ പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ച പോലെ തന്നെ സയ്യിദ് റളിയല്ലാഹു അൻഹുവും സൈനബ് റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടക്കുകയാണ്. എന്നാൽ ക്രമേണ അവർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായിക്കൊണ്ടിരുന്നു. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചു കൊണ്ട് പറഞ്ഞു, ഓ സയ്യിദ്, നീ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയും. അപ്പോൾ എന്നാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. ക്രമേണ അവർ തമ്മിൽ സ്വരച്ചേർച്ചയിൽ ഇല്ലാതാവുകയും ഇക്കാരണത്താൽ സയ്യിദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ വിവാഹമോചനം നടക്കുവാൻ പോകുന്ന എന്നും യുദ്ധകാലം കഴിഞ്ഞ ശേഷം സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാകാൻ പോകുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പോറ്റുമക്കളെ യഥാർത്ഥ മക്കളായി ഗണിച്ചിരുന്ന അന്നത്തെ ചുറ്റുപാടിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൻ്റെ ഭാര്യ വിവാഹം കഴിച്ചുവെന്ന് ഉള്ള ജനസംസാരത്തിന് ഇസ്ലാമിനെതിരായ കുപ്രചരണങ്ങൾക്കും ഇത് കാരണമായേക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി എന്നുള്ളതാണ്. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോൾ അവിടുന്ന് അത് നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി. ഇതിനെക്കുറിച്ചാണ് അഹ്സാബ് സൂറത്തിലെ 37-ാമത്തെ വചനത്തിൽ തുടർന്ന് പറയുന്നത് എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أمسك عليك زوجك واتق الله وتخفي في نفسك ما الله مبديه وتخشى الناس
وتخشى الناس والله أحق أن تخشاه فلما قضى زيد منها وطرا زوجناكها لكي لا يكون على المؤمنين حرج في أزواج أدعيائهم إذا قضوا منهن وطرا وكان أمر الله مفعولا. അള്ളാഹുവും നീയും ഔദാര്യം ചെയ്തു കൊടുത്ത ഒരാളോട് നീ ഇങ്ങനെ പറഞ്ഞ സന്ദർഭം, നിന്റെ ഭാര്യയെ നിന്നോടൊപ്പം നിർത്തുക, അള്ളാഹുവെ സൂക്ഷിക്കുക. അള്ളാഹു വെളിവാക്കാൻ പോകുന്ന ഒരു കാര്യം നീ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു, ജനങ്ങളെ പേടിക്കുകയും. എന്നാൽ നീ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. പിന്നീട് സയ്യിദ് അവളിൽ നിന്ന് തന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ നാം അവളെ നിന്റെ ഭാര്യയാക്കി തന്നു. തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്നുള്ള ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അവരെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്കൊട്ടും വിഷമമുണ്ടാവാതിരിക്കാനാണിത്. അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും. അതായത് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന അറിവുണ്ടായിട്ടും അത് ജനങ്ങളെ ഭയന്ന് പുറത്ത് പറഞ്ഞില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അക്കാലത്ത് വളർത്തുമകൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുക എന്നത് നിഷിദ്ധമായിരുന്നു അവരുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ജനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തിരിയുകയും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മറച്ചു വെച്ചത് എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു തആല ഈ തരത്തിലുള്ള ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ കാരണം അന്നത്തെ ആ തബന്നി എന്ന വ്യവസ്ഥ പൊളിച്ചെഴുതുക തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വളർത്തുമകനെ മകനാക്കി മാറ്റുന്നതിൽ എന്താണ് തെറ്റെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ കാലഘട്ടത്തിൽ അറേബ്യയിലെ ആ ഒരു സന്ദർഭത്തിൽ വ്യാപകമായിട്ട് ആ ഒരു സമ്പ്രദായം ദുരുപയോഗം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അക്കാലത്ത് മക്കയിലേക്ക് ആരെങ്കിലും കുടിയേറി വന്നാൽ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊലപാതകമോ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത് മക്കയിലേക്ക് വരികയും ഏതെങ്കിലും ഒരു ഗോത്രക്കാർ അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ചെയ്താൽ സ്വന്തം മകനായി പ്രഖ്യാപിക്കും. പിന്നെ അങ്ങനെ സ്വന്തം മകനായി മാറുകയും ചെയ്യും. പിന്നെ അയാളുടെ യഥാർത്ഥ വംശാവലി ഇല്ലാതാവുകയും പിതാവിൻ്റെ പേര് മാറ്റി ഏറ്റെടുത്ത ആളുടെ പേര് കൂട്ടി വിളിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. മറ്റൊന്ന്, സമ്പന്നനായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ യതീമായ കുട്ടികളെ സ്വന്തം മക്കളായിട്ട് പ്രഖ്യാപിച്ച് ആ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമവും അക്കാലത്ത് നടന്നിരുന്നു. അതുപോലെ തന്നെ വ്യഭിചാരത്തിലൂടെയൊക്കെ ജനിക്കുന്ന കുട്ടികളെ മറ്റ് പുരുഷന്മാരിലേക്ക് ചേർത്ത് പിതൃത്വം ആരോപിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ കാലങ്ങളായിട്ട് ആ സമുദായത്തിൽ അനുഷ്ഠിച്ചു പോന്നിരുന്ന ജാഹിലിയായ സമ്പ്രദായങ്ങളെയൊക്കെ ഇസ്ലാം പൊളിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളെ ജനിപ്പിച്ച ആൾക്ക് മാത്രമാണ് നിങ്ങളുടെ പിതാവാൻ യോഗ്യതയുള്ളൂ എന്നുള്ളത്. അതായത് രക്തബന്ധത്തിലൂടെ മാത്രമേ ഒരാൾക്ക് പിതാവായി മാറുവാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വീണ്ടും വരാം. ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.